വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ആവർത്തിച്ചു CPM. വാചക കസർത്ത് കൊണ്ട് അഴിമതിയുടെ നാണം മറയ്ക്കാനാകില്ല എന്ന് MP രാജേഷ് ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചു. ബക്കാഡി കമ്പനിയുടെ മദ്യവിൽപ്പനയ്ക്കുള്ള തടസ്സം മുഖ്യമന്ത്രി VD സതീശൻ പിൻവലിച്ചുവെന്ന് തോമസ് ഐസക്കും കുറ്റപ്പെടുത്തി. അതേസമയം വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള UDF യോഗം ഇന്നു ചേരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നികുതി ഇളവ് ഏർപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന സൂചനയാണ് പ്രതിപക്ഷം നൽകുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണവും CPIM കടുപ്പിച്ചു. VD സതീശന്റെ അഴിമതി വാഴ്ചയുടെ നഗ്നസ്വരൂപം പുറത്തുവന്നുവെന്നാണ് മുൻ എക്സൈസ് മന്ത്രി MP രാജേഷ് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചത്. മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തത് ദുരൂഹമാക്കുന്ന കേരള വീര്യം കുറഞ്ഞാൻ ചട്ടമുണ്ടാക്കിയതോ പകുതിയിലും താഴെയായി നികുതി കുറച്ച് മദ്യക്കുത്തകകൾക്ക് കൊള്ളലാഭമുണ്ടാക്കാനുള്ള ഗൂഢനീക്കമാണോ എന്നതുൾപ്പെടെ മുഖ്യമന്ത്രിയോട് 15 ചോദ്യങ്ങളും MP രാജേഷ് ഉന്നയിക്കുന്നു. നുണകൊണ്ട് തുന്നിയ ചേല കൊണ്ട് അഴിമതിയുടെ നാണം മറയ്ക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി നിങ്ങൾ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നുവെന്നും MP രാജേഷ് പരിഹസിച്ചു. മദ്യനയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്കും രംഗത്ത് വന്നു. നികുതി നിശ്ചയിക്കാത്തതുകൊണ്ടാണ് ഇതുവരെയും ബക്കാഡി കമ്പനിക്ക് കേരളത്തിൽ വരാൻ കഴിയാത്തത്. ആ തടസ്സം VD സതീശൻ എടുത്തുമാറ്റിയെന്നും ഐസക് വിമർശിച്ചു. ബക്കാഡി കമ്പനി കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് വീണ്ടും സമീപിച്ചിരുന്ന ചട്ടം ഭേദഗതി കഴിഞ്ഞപ്പോൾ അത് GST കമ്മീഷണർ നിരസിച്ചു അപേക്ഷ. അതുകൊണ്ട് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബക്കാഡിക്ക് ഇതുവരെ കേരളത്തിൽ വരാൻ കഴിയായിരുന്നത്. ഈ തടസ്സം അങ്ങ് എടുത്തു മാറ്റിയാണ് കേട്ടോ VD സതീശൻ ചെയ്യുന്നത്. നികുതി ചുമത്തിയാലും എക്സൈസ് വകുപ്പിന്റെ അനുമതിയില്ലാതെ മദ്യം വിൽക്കാൻ കഴിയില്ല എന്ന് മന്ത്രി M ലിജു പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല എന്നും തോമസ് ഐസക് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.